എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നിലനാട് എഴുതിയ പ്രേമപൂജ തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. ഹാളിലെ അക്വേറിയത്തിനടുത്ത് ചെന്ന് മത്സ്യങ്ങളെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ഉണ്ണിദത്തൻ. മോൻ വാ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ? നിനക്ക് വേണ്ടതൊക്കെ പൂജാമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളിക്കുട്ടി അങ്ങോട്ട് വന്നു. അല്ല, ആരായി വന്നിരിക്കുന്നേ? ഉണ്ണിക്കുട്ടനോ? സെർവന്റിനെ മൈൻഡ് ചെയ്യില്ലെന്ന മട്ടിൽ അവൻ ഗൗരവത്തോടെ നിന്നു. മമ്മി വരാൻ വൈകുവോ? ഈ നേരത്തൊക്കെയാ കൊച്ചമ്മ വരാറ്. ചായ എടുക്കട്ടെ കുഞ്ഞെ? ആ, ഞാൻ താഴേക്ക് വരാം. പൂജ അവനെയും കൂട്ടി മുകളിലേക്ക് പോയി. അലമാരയിൽ നിന്ന് 4-5 ജോഡി ഡ്രസ്സുകൾ എടുത്ത് ബെഡിൽ വെച്ചു. മോൻ ഇഷ്ടപ്പെട്ടതെടുത്ത് ധരിക്കും. അത് കണ്ടോ, കാർട്ടൂൺ സീഡികളാ. വേറെയും സമ്മാനങ്ങളുണ്ട്. ഹായ്. അവൻ ചെന്ന് സീഡികൾ ഒന്നൊന്നായി എടുത്തു നോക്കി. അവന്റെ ആഹ്ലാദം കണ്ട് പുഞ്ചിരിയോടെ പൂജ ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അവൻ കമ്പ്യൂട്ടറിന്റെ മുന്നിലായിരുന്നു. ത്രില്ലടിച്ചിരിക്കുകയാണെന്ന് മുഖം കണ്ടാൽ അറിയാം. പൂജാമ്മ പോയി മോനെ കുടിക്കാൻ കൊണ്ടുവരാൻ കേട്ടോ. അവൻ കേട്ട ഭാവം പോലും നടിച്ചില്ല. പൂജ താഴെ ഹാളിലെത്തിയതും പുറത്തുനിന്ന് മായാ ശ്രീനിവാസ് കയറി വന്നതും ഒന്നിച്ചായിരുന്നു. മോളെ. മായാ ശ്രീനിവാസ് ഓടി വന്നു. ശോകച്ഛവി പടർന്ന ആ മുഖത്ത് ആഹ്ലാദത്തിന്റെ പ്രകാശം പരക്കുന്നത് പൂജ കണ്ടു. ശിരസിൽ ഏതാനും വെള്ളിരേഖകൾ വീണിരിക്കുന്നു. മമ്മി. അവൾ കെട്ടിപ്പിടിച്ചു. നിറമിഴികളിൽ അഭിമാനത്തോടെ മായാ ശ്രീനിവാസ് മകളെ നോക്കി. വലിയ പരിചയമില്ലാത്ത പലരും ചോദിച്ചു തുടങ്ങി, മായാ ശ്രീനിവാസിന്റെ മകളാണോ പൂജ ശ്രീനിവാസ് എന്ന്? കഴിഞ്ഞൊരു മീറ്റിംഗിൽ ചീഫ് മിനിസ്റ്ററും നിന്നെപ്പറ്റി പറഞ്ഞു. ന്യൂസ് പേപ്പറിലും ചാനലിലും നിറഞ്ഞു നിൽക്കുകയല്ലേ എന്റെ മോള്. ഇതൊക്കെ കാണാൻ ശ്രീനി ഇല്ലെന്ന വേദന മാത്രമേ ഉള്ളൂ. അതിശയഭാവത്തോടെ മായാ ശ്രീനിവാസ് ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. ഹായ് ഉണ്ണിക്കുട്ടാ. ഹായ് മമ്മി. ഉണ്ണിദത്തൻ കണ്ണെടുക്കാതെ മായാ ശ്രീനിവാസിനെ വിഷ് ചെയ്തു. ഓ, എന്താണാവോ ഇത്ര രസിച്ച് കാണുന്നത്? കൊഞ്ചലോടെ ചോദിച്ചുകൊണ്ട് മായാ ശ്രീനിവാസ് അവന്റെ ശിരസിൽ മൃദുവായി തട്ടിക്കൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് നോക്കി. കാർട്ടൂൺ കണ്ട് രസിക്കുകയാണല്ലേ? നേരെ വിരിട്ടിയത് അറിഞ്ഞില്ലേ? ഞാൻ ഇന്ന് പോണില്ല മമ്മി, പൂജാമ്മയോടൊപ്പം ഉറങ്ങാനാ വന്നത്. ഉടൻ അവൻ മറുപടിയും കൊടുത്തു. മോള് ആമിയോട് പറഞ്ഞിട്ടാണോ ഇവനെ കൊണ്ടുവന്നത്? ആ, ചിലപ്പോ ആദി വന്നേക്കും. അങ്കിൾ വന്നാൽ ഞാൻ പോവൂല, അവൻ വിളിച്ചു പറഞ്ഞു. മമ്മി വരൂ, നമുക്ക് ഹാളിൽ ഇരുന്ന് സംസാരിക്കാം. പൂജയ്ക്കൊപ്പം മായാ ശ്രീനിവാസ് ഹാളിൽ വന്നു. ഓനച്ചനെ ഞാൻ കണ്ടു. കാഴ്ചയിൽ ഒരു മന്ദബുദ്ധിയെ പോലുണ്ട്. ഇടുക്കി വരെ കാറോടിച്ചു പോകാൻ അയാൾക്ക് കഴിയോ മോളെ? മമ്മിയുടെ സംശയം കേട്ട് പൂജ ചിരിച്ചു. ഹൈറേഞ്ചിലൂടെ ജീപ്പ് ഓടിക്കുന്ന ആളാ ഓനച്ചൻ. ഞാൻ പറഞ്ഞ പണം മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഉവ്വ്. അയാളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ പുഞ്ചിരിച്ചു. ജയശങ്കിനി മുത്തശ്ശി എന്തു പറഞ്ഞു? അവർ വിവാഹത്തിന് വല്ലാതെ തിടുക്കം കൂട്ടുന്നുണ്ട്. 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. മുഹൂർത്തം വരെ നോക്കി വെച്ചെന്നാ ഞാൻ കേട്ടത്. പൂജ നിശബ്ദത പാലിച്ചു. ഞങ്ങൾ ഒരു ദിവസം നിശ്ചയിച്ചോട്ടെ? വേണ്ട മമ്മി. അതെന്താ? മായാ ശ്രീനിവാസ് അമ്പരപ്പോടെ അവളെ നോക്കി. പൂജ എഴുന്നേറ്റ് ഷോക്കേസിന് നേരെ നടന്നു. അതിനുള്ളിലിരുന്ന ശ്രീനിവാസിന്റെ ചിത്രത്തിന് മുന്നിൽ അവൾ നിശബ്ദയായി നിന്നു. മായാ ശ്രീനിവാസ് അടുത്തേക്ക് ചെന്നു. എന്താ മോളെ, നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുവല്ലോ. ഡാഡി എന്നോട് പൊറുക്കണം, ഫോട്ടോയിൽ നോക്കി അവൾ പറഞ്ഞു. പിന്നെ മമ്മിയുടെ നേരെ തിരിഞ്ഞു. മമ്മിയും പൊറുക്കണം. പൂജ. മായാ ശ്രീനിവാസ് പരിഭ്രമിച്ചു. എന്റെ കുഞ്ഞു മരിച്ചു പോയിരുന്നില്ല മമ്മി. നിങ്ങളോട് ഞാൻ പറഞ്ഞത് കളവായിരുന്നു. ഞാൻ പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെയായിരുന്നു. മൈ ഗോഡ്. മായാ ശ്രീനിവാസിന്റെ അധരങ്ങൾ വിറച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? അതിനെ ഒരാൾക്ക് വളർത്താൻ കൊടുത്തു. ആ കുഞ്ഞെവിടെയുണ്ടെന്ന് നിനക്കറിയാമോ? പൂജ തലയാട്ടി. എവിടെ? ഉത്കണ്ഠ കൊണ്ട് മായാ ശ്രീനിവാസിന്റെ നെഞ്ച് പൊട്ടിപ്പോകുമെന്ന നിലയിലായി. അവൻ ഇവിടെയുണ്ട് മമ്മി. ഒരു ഉൾക്കിടിലം മായാ ശ്രീനിവാസിനുണ്ടായി. നീ എന്താ പറഞ്ഞത്? ആ കുഞ്ഞ് ഇവിടെ ഉണ്ടെന്നോ? മോളെ, നിനക്ക് എന്താ പറ്റിയത്? എന്റെ കൂടെ മമ്മി അവനെ കണ്ടില്ലേ? ഉണ്ണിയോ? കണ്ണീരോടെ പൂജ മന്ദഹസിച്ചു. അതേ മമ്മി, എന്റെ മോനാ ഉണ്ണി. അവന്റെ അമ്മയാ ഞാൻ. അതിശക്തമായ ഒരു ചുഴുക്കത്തിൽ മായാ ശ്രീനിവാസ് അകപ്പെട്ടു. ദൈവമേ, എന്റെ മോൾക്ക് എന്താ സംഭവിച്ചത്?
മമ്മി ഭയപ്പെടുന്നത് പോലെ എന്റെ മനസ്സിനൊരു പ്രോബ്ലവുമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഉണ്ണിയെ പ്രസവിച്ചത് ഞാനാണ്. മായ ശ്രീനിവാസ് തരിച്ചു നിന്നു. ആമിയുടെ കുഞ്ഞ് എങ്ങനെ നിന്റെ കുഞ്ഞാവും? ആമിയുടെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയി. ഡോക്ടർ ഇന്ദുലേഖയുടെ അപേക്ഷ പ്രകാരം എന്റെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുകയായിരുന്നു. ഈ സത്യം അറിയുന്നത് എനിക്കും ആദിക്കും ഡോക്ടർ ഇന്ദുലേഖയ്ക്കും ക്ലാരമ്മയ്ക്കും മാത്രമാണ്. ശരീരം കുഴഞ്ഞു പോകുന്നത് പോലെ മായ ശ്രീനിവാസിന് തോന്നി. സെറ്റിയിൽ പതിയെയിരുന്നു. മമ്മിയോട് ചേർന്ന് പൂജയും ഇരുന്നു. ഉമാദത്തിന്റെ മരണമേൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ആമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഡോക്ടർ ഇന്ദുലേഖ അങ്ങനെ ഒരു അപേക്ഷയുമായി ആദിക്കൊപ്പം എൻ്റെ അടുത്ത് വന്നത്. അടിക്കടി ഞാൻ ആദിയുടെ വീട്ടിൽ പോയത് എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അതല്ലാതെ ആദിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരുന്നില്ല. മായ ശ്രീനിവാസ് ഒന്ന് നടുങ്ങി ഉണർന്നു. പൂജ മമ്മിയുടെ കരം പിടിച്ചു. നല്ലൊരു സുഹൃത്തിൽ കവിഞ്ഞ് മറ്റൊരു വികാരവും എനിക്ക് ആദിയോടില്ല. തുറന്നു പറയുകയാണ് മമ്മി, എന്റെയും ആദിയുടെയും വിവാഹം നടക്കില്ല. മോളെ എന്ന് വിളിച്ചെങ്കിലും മായ ശ്രീനിവാസിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഞാൻ കുഞ്ഞിനെ കൈമാറാൻ തയ്യാറായത്. ഇതുപോലൊരു നിലയിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ എന്റെ കുഞ്ഞിനെ തിരികെ ആവശ്യപ്പെടാനാണ് ഞാൻ നിശ്ചയിച്ചത്. നിഷേധമായി മായ ശ്രീനിവാസ് തലയാട്ടി. അവൾ മന്ദഹസിച്ചു. എനിക്ക് കഴിയും മമ്മി. എന്റെ ഉദരത്തിൽ പേര് ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞാ ഉണ്ണി. അവന്റെ അച്ഛൻ ഷാനുവാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും. എന്റെ ദൈവമേ! ചെവികൾ പൊത്തിപ്പിടിച്ച് മായ ശ്രീനിവാസ് വിലപിച്ചു. നമ്മുടെ മോള് വീണ്ടും പരീക്ഷിക്കപ്പെടുകയാണ് ശ്രീനി. എന്നെ തനിച്ചാക്കി പോയല്ലോ. ഞാനിതെങ്ങനെ നേരിടും? സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് മായ ശ്രീനിവാസ് പൊട്ടിക്കരഞ്ഞു. കരയല്ലേ മമ്മി? അവൾ കവിളിൽ ചുംബിച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല. പൂജ എഴുന്നേറ്റ് മുറിയിലേക്ക് ഓടി. കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന ഉണ്ണിദത്തന്റെ കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. എതിർപ്പോടെ വന്ന ഉണ്ണിദത്തൻ മായ ശ്രീനിവാസിന്റെ കരച്ചിൽ കണ്ട് പരിഭ്രമിച്ചു. അയ്യോ, എന്തിനാ മമ്മി കരയണേ? മോൻ ചോദിക്കേ. അവനെ കണ്ടപ്പോ മായ ശ്രീനിവാസിന്റെ കരച്ചിൽ നേർത്തു. മമ്മി കണ്ടില്ലേ എന്റെ മോൻ? പൂജയുടെ സ്വരമടഞ്ഞു. മായ ശ്രീനിവാസ് ആദ്യം കാണുന്നത് പോലെ ഉണ്ണിദത്തനെ നോക്കി. തന്റെ പേരക്കുട്ടി, തന്റെ മകളുടെ ഉദരത്തിൽ ജന്മം കൊണ്ടവൻ. ഇങ്ങ് വാ മോനെ. മായ ശ്രീനിവാസ് രണ്ട് കൈയും നീട്ടി. അവൻ പകച്ച് പൂജയെ നോക്കി. ചെല്ല്, നിന്റെ മമ്മിയാ വിളിക്കുന്നത്. അവൻ മായ ശ്രീനിവാസിന്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാ മമ്മി കരഞ്ഞത്? വലിയവര് കരയോ? മായ ശ്രീനിവാസ് വിതുമ്പിക്കൊണ്ട് അവനെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ അവനെ നോക്കി കണ്ണീരോടെ പറഞ്ഞു, എന്റെ പൊന്നു മോനെ. പൂജയുടെ മനസ്സൊരു തമ്പുരുവായി ശ്രുതി മീട്ടി. മമ്മി കരയണ്ട കേട്ടോ, അവൻ പറഞ്ഞു. ഇല്ല മോനെ. പുറത്ത് കാറിന്റെ ഇരമ്പൽ കേട്ടു. എന്നെ കൊണ്ടുപോകാൻ ആദ്യങ്ങൾ വരുവാ, കാതോർത്തിട്ട് അവൻ പറഞ്ഞു. മോൻ കൂടെ പോവോ? ഇല്ല, ഞാൻ പൂജാമ്മയുടെ കൂടെ ഉറങ്ങാനല്ലേ വന്നത്. അവൻ പൂജയുടെ മുറിയിലേക്ക് ഓടിപ്പോയി. മമ്മി കണ്ടില്ലേ, ഞാനെന്ന് വെച്ച ജീവനാ. എന്റെ കൂടെ വരാനും അവൻ തയ്യാറാ. കോളിംഗ് ബെൽ ശബ്ദിച്ചു. ആദിയാണ്, അവൾ പറഞ്ഞു. നീ എന്താ അവനോട് പറയാൻ പോകുന്നത്? മായ ശ്രീനിവാസിന്റെ ഒച്ച വിറച്ചു. ഇനിയൊന്നും മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല മമ്മി. എന്റെ കുഞ്ഞിനെ ഞാൻ ആവശ്യപ്പെടും. ആമിയെയും മുത്തശ്ശിയെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി കുഞ്ഞിനെ വിട്ടുതരേണ്ട ബാധ്യത ആദിക്കാണ്. ഞാൻ ആദിയോട് തുറന്ന് സംസാരിക്കാൻ പോവുകയാണ്. പൂജ എഴുന്നേറ്റു. നീ എത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർത്തു. അത്ര ലാഘവത്തിൽ കുഞ്ഞിനെ തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിയില്ല. എനിക്ക് കഴിയും മമ്മി. കാരണം അവനെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. എന്റെ കുഞ്ഞിനെ ആമിക്ക് കൈമാറാനായി ഡോക്ടറെ ഏൽപ്പിക്കുമ്പോ അവൻ എന്റെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു തെളിവ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. മായ ശ്രീനിവാസ് മിഴിച്ചിരുന്നു. ആമി വളർത്തുന്നത് ഉമാദത്തന്റെ കുഞ്ഞിനെ അല്ലെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ എനിക്കതു മതി. അതറിഞ്ഞു കഴിയുമ്പോ എന്തടിസ്ഥാനത്തിൽ അവൾ എന്റെ കുഞ്ഞിൽ അവകാശവാദം ഉന്നയിക്കും? ദൈവമേ! ഒരു സെന്റിമെന്റ്സിനും പൂജ വഴങ്ങില്ല. പൂജയെ മുഴുവൻ പേരും വെറുത്താലും ഞാൻ പിൻവാങ്ങില്ല. എന്റെ നിശ്വാസവായു എന്റെ കുഞ്ഞാണ്. എന്റെ സ്വപ്നം അവനാണ്. അവനില്ലെങ്കിൽ പിന്നെ ഈ പൂജയില്ല. അവൾ സ്റ്റെയർ കേസിന് നേരെ ചെന്നു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും.
ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.